ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രാപ്പ്. എന്താണ് ഇൻട്രാഡേ ട്രാപ്പ്, എങ്ങനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം, അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രേഡിങ്ങിൽ കൺസിഡർ ചെയ്യാം എന്നതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് കരിയറിൽ ഒരു തവണയെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മളൊരു ട്രേഡ് എടുക്കുന്നു, ട്രേഡ് എടുത്ത ഉടനെ തന്നെ ലോസിലോട്ട് പോകുന്നു അല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ ട്രേഡിങ്ങിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. നമ്മളൊരു ബ്രേക്കൗട്ട് കൺഫേം ഒക്കെ എടുത്തിട്ട് ആയിരിക്കും ഒരു ട്രേഡ് എടുക്കുക. ബട്ട് ട്രേഡ് എടുത്ത ഉടനെ തന്നെ തിരിച്ച് ലോസിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. സോ ഇത് നോർമലി വരുന്നത് ഒരു ട്രാപ്പാണ്. നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിനെ വലിയ ബിഗ് പ്ലെയേഴ്സ് ട്രാപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. സോ ഇൻട്രാഡേ ട്രാപ്സ് എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം, രണ്ട് ടൈപ്പ് എടുക്കാം. ഓക്കെ, സോ ഒന്ന് ബുൾ ട്രാപ്പ്, രണ്ടാമത്തേത് ബിയർ ട്രാപ്പ്. രണ്ട് ടൈപ്പ് ഓഫ് ട്രാപ്പാണ് നമുക്ക് ഇൻട്രാഡേ മെയിനായിട്ട് വരുന്നത്. സോ ബുൾ ട്രാപ്പ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഒരു അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടക്കുവാണ്. ദെൻ സഡൻലി ഒരു ബ്രേക്കൗട്ട് നടന്നു, ഒരു മുൻപത്തെ സ്വിങ് ഹൈയിൽ ഒരു ബ്രേക്കൗട്ട് നടന്നു. ഞാൻ കുറച്ചുകൂടി നീറ്റായിട്ട് ഞാൻ വരക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും. സോ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടക്കുവാണ്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടക്കുന്നു. സഡൻലി ഒരു ബ്രേക്കൗട്ട് ഇവിടെ നടന്നു. ഓക്കെ, ഈ ഒരു സ്വിങ് ഹൈയിൽ ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. സോ നോർമലി ഒരുപാട് പേര് മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പുറമേ നിന്ന് വാച്ച് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് പല ആൾക്കാരും ആ ഒരു ബ്രേക്കൗട്ടിന് വേണ്ടിയായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇങ്ങനെ ഈ ഒരു ലെവലിലൊക്കെ ട്രേഡ് അല്ലെ, മാർക്കറ്റ് മുകളിലോട്ട് പോയി താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊന്നും ട്രേഡ് എടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു ട്രേഡ് എടുക്കുക, നെക്സ്റ്റ് ഈ ഒരു ബ്രേക്കൗട്ട് നടന്ന സമയത്ത് അവർ ഒരു ബൈ എൻട്രി നമുക്ക് അവിടെ എടുക്കും അല്ലേ? ഇവൻ ഞാനാണെങ്കിലും അല്ല, നമ്മൾ പല ആൾക്കാരും അവിടെ നിന്നൊരു ബൈ എൻട്രി അവിടെ എടുക്കും. കാരണം അതൊരു പ്രോപ്പർ ബ്രേക്കൗട്ട് ആണെന്ന് വിചാരിച്ചിട്ട്. ഓവറോൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ അപ്പ് ട്രെൻഡ് ആണ്. ദെൻ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് നടന്നു. ദെൻ ബൈ എൻട്രി എടുത്ത ഉടനെ തന്നെ പ്രൈസ് എന്ത് ചെയ്തു, ഒന്ന് റീടെസ്റ്റ് ചെയ്തു ആ ഒരു ലെവൽ. ദെൻ അഗെയിൻ പ്രൈസ് അവിടെ നിന്ന് റിവേഴ്സൽ ചെയ്തു. ദെൻ ഒരു ഹ്യൂജ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബൈ എൻട്രി എടുത്ത ആൾക്കാർക്കൊക്കെ എന്താണ് നഷ്ടം വന്നിട്ടുണ്ടാകും. ഓക്കെ, സോ ആക്ച്വലി ഇതാണ് ഒരു ബുൾ ട്രാപ്പിൻ്റെ ഒരു സെനാരിയോ എന്ന് പറയുന്നത്. ഒരു അപ്പ് ട്രെൻഡിങ് മാർക്കറ്റിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബുൾ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബുൾ ബ്രേക്കൗട്ട് നടന്നു. സോ ഓൾറെഡി അതൊരു ട്രാപ്പായിരിക്കും. ദെൻ ബൈ എൻട്രി എടുത്ത ആൾക്കാരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നോർമലി ഒരു അപ്പ് സൈഡിലോട്ട് പോകുന്ന മാർക്കറ്റിൽ ഇവിടെ നിന്നൊക്കെ ബയ്യേഴ്സ് ഓൾറെഡി പൊസിഷൻ എടുത്തിട്ടുണ്ടാവും അല്ല, ഇവിടെ നിന്ന് ബയ്യേഴ്സ് പൊസിഷൻ എടുത്തിട്ടുണ്ടാവും, ഇവിടെയും ബയ്യേഴ്സ് പൊസിഷൻ എടുത്തിട്ടുണ്ടാവും. ആ ഒരു ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ ട്രേഡ് എടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രോഫിറ്റ് ആയിരിക്കും ഓൾറെഡി ഉണ്ടാകുക അല്ല, അവർക്ക് ഓൾറെഡി പ്രോഫിറ്റ് ആണ്. ചില ആൾക്കാർ ചിലപ്പോൾ ബിഗ് പ്ലെയേഴ്സ് ആയിരിക്കും, വലിയ ക്വാണ്ടിറ്റിയിലേക്കായിരിക്കും അവർ ട്രേഡ് പൊസിഷൻ എടുത്തിട്ടുണ്ടായിരിക. അപ്പോൾ അവർക്കറിയാം ഈ ഒരു ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് പുതിയ ബയ്യേഴ്സ് വന്ന്, നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് വന്ന് പൊസിഷൻ എടുക്കുന്നു എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കീ ലെവൽ നോക്കിയിട്ട് ഈ ഒരു ഏരിയ എന്നുള്ളത് ഹൈ ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും. കാരണം ആ ഒരു ലെവലിൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ലിക്വിഡിറ്റി അവിടെ ഉണ്ട്. അതായത് വലിയ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് പുതിയ ബയ്യേഴ്സ് അവർ ട്രേഡ് എടുക്കുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വരുന്ന ആൾക്കാർ, ബിഗ് പ്ലെയേഴ്സ്, ഈ ഒരു ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് അവർ അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ദെൻ സ്ലോലി ഇനഫ് ബയ്യേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ആയിട്ട് സെല്ലിങ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു സെൽ ഓർഡറാണ് വരുന്നത്. അപ്പോൾ നോർമലി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് എല്ലാവരും ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാകില്ല. കുറച്ച് പേരൊക്കെ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞ സമയത്ത് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്ലോലി അവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്ലോലി ഒരു പാനിക് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. കാരണം അതൊരു പ്യുവർ സൈക്കോളജിയാണ്. കാരണം എന്താണ്, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ബൈ എൻട്രി എടുത്തു, ഞാൻ ഒരു 1000 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് നിഫ്റ്റി പുട്ട് കോൾ ഓപ്ഷൻ. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് എൻ്റെ പ്രോഫിറ്റ് 1,00,000 വരെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 1,00,000 വരെ എൻ്റെ പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. അപ്പോൾ ഞാൻ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരിക്കാം. നോർമലി എല്ലാവർക്കുള്ള ഫീലിംഗ് ആണ്. ബട്ട് സഡൻലി മാർക്കറ്റ് റിവേഴ്സിൽ വരുന്ന സമയത്ത് എൻ്റെ പ്രോഫിറ്റ് 1 lakh എന്നുള്ളത് നോർമലി 90,000 വന്നു, 80,000 വന്നു, 75,000 താഴോട്ട് വരുന്ന സമയത്ത് കുറഞ്ഞു വരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നോർമലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അല്ലേ. നമുക്ക് അവിടെ ആ ഒരു സൈക്കോളജി, അതായത് ഫിയർ ഓഫ് ലോസ് നമുക്ക് അവിടെ ഉണ്ട്. ഫിയർ ഓഫ് ലോസ് അല്ല, നമ്മുടെ പ്രോഫിറ്റ് കുറയുന്ന സമയത്ത് എന്തായാലും നമ്മൾ അവിടെ ഒന്ന് പാനിക്കാവും ചെയ്യും.
നമ്മൾ കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അപ്പം ആ ഒരു പാനിക് ക്രിയേറ്റ് ചെയ്ത് മേ ബി ഒരു ഹ്യൂജ് സെല്ലിംഗ് വരാനുള്ള സാധ്യത. ഓക്കെ, അറ്റ് എ സെയിം ടൈമിൽ പുതിയ ബയേഴ്സ് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ബൈ ചെയ്ത് എൻട്രി എടുത്ത ആൾക്കാരുണ്ടാവും. അവരും എന്ത് ചെയ്യും, അവരുടെ സ്റ്റോപ്പേഴ്സ് ഒക്കെ ഇതിൻ്റെ താഴെയായിരിക്കും വെച്ചിട്ടുണ്ടാകുക. അപ്പോൾ അവരും അവിടെ എക്സിറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഷാർപ്പ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. അതായത് എപ്പോഴാണോ ഒരു ബുൾ ട്രാപ്പ് വരുന്നത്, എഗെയിൻസ്റ്റ് ആയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഷാർപ്പ് സെല്ലിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു ബുൾ ട്രാപ്പ് എന്ന് പറയുന്നത്. ഒരു അപ് ട്രെൻഡി മാർക്കറ്റിൽ അല്ലെങ്കിൽ അപ്പ് സൈഡിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് ഇമ്മീഡിയറ്റ്ലി സെല്ല് നടക്കുന്നതിനാണ് ബുൾ ട്രാപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ബിയർ ട്രാപ്പ്, സെയിം നേരെ ഓപ്പോസിറ്റ്, മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്തി ദെൻ ഒരു ബ്രേക്ക് ഡൗൺ ഇവിടെ നടത്തി ഈ ഒരു ലെവലിൽ ബ്രേക്ക് ഡൗൺ നടത്തുന്ന സമയത്ത് നമുക്കറിയാം ന്യൂ സെല്ലേഴ്സ് വരും. ആരാണ് സെല്ലേഴ്സ്? പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്കാർ, കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഫ്യൂച്ചർ സെല് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ ഇൻഡെക്സിൻ്റെ കാര്യം പറയുന്ന സമയം ഇത്രയും ആൾക്കാരാണ് സെല്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അവരൊരു പൊസിഷൻ എടുക്കുകയും ചെയ്യും. ദെൻ അഗെയിൻ സ്ലോലി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഓൾഡ് സെല്ലർ ഉണ്ട്. ഓൾഡ് സെല്ലർ, ദറ്റ് മീൻസ് ഓൾറെഡി ഷോർട്ട് പൊസിഷൻ എടുത്തിരിക്കുന്ന ഓൾഡ് സെല്ലേഴ്സ്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് സ്ലോലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ദെൻ ഇതിൻ്റെ മുകളിലോട്ട് വരുന്ന സമയത്ത് ഈ ലെവലിൽ നിന്നുള്ള ആൾക്കാർ കംപ്ലീറ്റ്ലി അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബൈ ഓർഡർ ആണ്. ദെൻ ഇവിടുന്ന് ട്രേഡ് എടുത്ത പുതിയ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് പ്രോസസ്സും അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഷാർപ്പ് റിവേഴ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് താഴെയുള്ളതാണ് ബിയർ ട്രാപ്പ്. ദെൻ ഇതിൻ്റെ മുകളിലുള്ളത് ബുൾ ട്രാപ്പ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാ ദിവസങ്ങളിലും മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും തരത്തിലൊരു ട്രാപ്പ് ഡെഫിനറ്റ്ലി ഉണ്ടാവാറുണ്ട്. കാരണം നമുക്കറിയാം മാർക്കറ്റിൽ ബിഗ് പ്ലെയേഴ്സ് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്. അപ്പം അവർക്ക് ഒരാൾക്ക് നമുക്കറിയാം ഇതൊരു സീറോ സം ഗെയിമാണ് അല്ല, ഒരാളുടെ പ്രോഫിറ്റ് F&Oൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതൊരു സീറോ സം ഗെയിമാണ്. ഒരാളുടെ പ്രോഫിറ്റാണ് മറ്റൊരാളുടെ ലോസ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ നഷ്ടമാണ് എൻ്റെ പ്രോഫിറ്റ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഒരാളെ നഷ്ടപ്പെടുത്തി മാത്രമേ എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാപ്പുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റീറ്റെയിൽസിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസങ്ങളും മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ജസ്റ്റ് 1-2 എക്സാമ്പിൾ നമുക്കൊന്ന് ചാർട്ടിൽ നോക്കാം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് എൻ്റെ ഒരു ഒബ്സർവേഷൻസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ട്രേഡുകൾ, അല്ലെങ്കിൽ ഇത് ഞാനൊരു ട്രേഡിംഗ് റെക്കമെൻഡേഷന് വേണ്ടിയൊന്നും പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒബ്സർവേഷൻ, നമുക്ക് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്ന രീതിയിൽ മാത്രം എടുക്കാം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ, അപ്പം കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ഏരിയ, റൈറ്റ്, ഈ ഒരു ഏരിയ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, 13 ജൂണിൽ വന്ന ഏരിയ, ഈ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് മാർക്ക് ചെയ്തു? മാർക്കറ്റ് വന്ന് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്നാണ് പ്രൈസ് അവിടുന്ന് റിവേഴ്സിൽ വന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഒരു ഒരു ഡിമാൻഡ് ഏരിയ ആണ്. ഓക്കെ, ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയാം, അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് വന്ന സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള 2 റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ അവിടെ നടന്നിട്ടുണ്ട്. റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ നടന്നു, ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ നടന്നിട്ടുണ്ട്. അപ്പോൾ നോർമലി ഒരു റീറ്റെയിൽ ട്രേഡർ എന്ന് പറയുന്നത് നോർമൽ പ്രൈസ് ആക്ഷനൊക്കെ പഠിച്ച് നോർമൽ നോളജൊക്കെ എടുത്ത് വരുന്ന ആൾക്കാരായിരിക്കും. അവരുടെ പഠിച്ച പ്രകാരം അല്ലെങ്കിൽ അവരുടെ സൈക്കോളജി അനുസരിച്ചിട്ട് ഓക്കെ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ബ്രേക്ക് ഡൗൺ ആണ് നടന്നിരിക്കുന്നത് പ്രീവിയസ് ഡേയിൽ. സോ അപ്പോൾ എന്ത് ചെയ്യും, അവർ അവിടെ നിന്ന് ഷോർട്ട് പൊസിഷൻ എടുക്കും. അതായത് ഫോർ എക്സാമ്പിൾ പുട്ട് ഓപ്ഷൻ അവിടെ എടുക്കുമെന്ന് വിചാരിക്കാം. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ദെൻ സ്ലോലി ഈ ഒരു ഡബ്ല്യു പാറ്റേൺ ഒക്കെ വന്ന് തിരിച്ച് ഇതിൻ്റെ മുകളിലോട്ട് വരുന്ന സമയത്ത് ഓൾറെഡി പൊസിഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ചെയ്ത സമയത്ത് തന്നെ സെല്ല് ചെയ്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ അവർ ഈ ഒരു ലെവൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ തിരിച്ച് കയറി വരുന്ന സമയത്ത് സ്ലോലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അറ്റ് ദ സെയിം ടൈമിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ആൾക്കാർ, പുതിയതായിട്ട് ബൈ ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് അവിടെ ഇതിൻ്റെ മുകളിലായിരിക്കും വെച്ചിരിക്കുന്നത്. അവർ പാനിക്കായിട്ട് എക്സിറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഒരു ഷാർപ്പായിട്ടുള്ളൊരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം ഉണ്ടാകുന്നത് അല്ലേ. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റിൽ എപ്പോഴും വലിയ മൊമെൻറ്റം ഉണ്ടാവുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. റൈറ്റ്, ഈ ഒരു ലെവലിൽ ഉണ്ടായിരുന്ന ഈ ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസസ് ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്ത ആൾക്കാരുടെ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസസ് ഹിറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ ഓൾറെഡി സെല്ലിങ് ചെയ്ത ആൾക്കാരുടെ പ്രോഫിറ്റ് ബുക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോങ് ഒരു മൊമെൻറ്റം നമുക്ക് അവിടെ ഉണ്ടാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കിവിടെയും വീണ്ടും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്വിംഗ് ഹൈയിലും നമുക്കിവിടെ കാണാം. ഇതും ഒരു സപ്പോർട്ട്സ് ഏരിയ ആണ്. റൈറ്റ്, ഈ ഒരു ലെവലിൽ വന്നിട്ട് പ്രൈസ് ഇവിടുന്ന് റിവേഴ്സിൽ വന്നത് കാണാം. ദെൻ സപ്പോർട്ട് ലെവൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ അവിടെ നടത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സൈക്കോളജി, സെല്ലേഴ്സ് വരും
ആൻഡ് ഓൾഡ് സെല്ലേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും ആൻഡ് സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെന്ത് ചെയ്യും, ഈ ഒരു ബോട്ടം ലെവലിൽ നിന്ന് ഈ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണെന്ന് മനസ്സിലാക്കിയിട്ട് മേ ബി ഇവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ്, ഇതൊരു ഫാൾസ് ബ്രേക്ക് ഡൗൺ ആണെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടി കൺഫർമേഷൻ എടുക്കുന്നത്, അതായത് തിരിച്ച് ഇത് ബ്രേക്ക് ഡൗൺ നടത്തി തിരിച്ച് വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട്, ഈ ഒരു സോണിൻ്റെ മുകളിലോട്ട് കയറുന്ന സമയത്ത് ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാരുണ്ടാവും, പുതിയ ബയേഴ്സ്. അപ്പം അവരുടെയൊക്കെ ഓർഡേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലോട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്സൈഡ് മൊമെൻറ്റ് നമുക്കവിടെ ഉണ്ടാവും. ഓക്കെ, ആദ്യം പറഞ്ഞ എക്സാമ്പിളും സെയിം തന്നെയാണ്. അപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് ദെൻ ഇവിടെ ആദ്യം സെല്ലേഴ്സ് വരും, ദെൻ തിരിച്ചൊരു ഡബ്ല്യു പാറ്റേൺ ഒക്കെ വരുന്ന സമയത്ത് പുതിയ ബയേഴ്സും അവിടെ മാർക്കറ്റിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മൊമെൻറ്റം അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, പ്ലസ് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതിൻ്റെ തൊട്ട് ദിവസത്തിലും നമുക്കിവിടെ കാണാം ഈ ഒരു സപ്പോർട്ട് ലെവൽ ഇവിടെ കാണാം. റൈറ്റ്, ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. ദെൻ ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തു. നോർമലി ഒരു ട്രേഡർ റീറ്റെയിൽ ട്രേഡർ സെൽ എൻട്രി എടുക്കുന്നു, എടുത്ത ഉടനെ തന്നെ പ്രൈസ് മുകളിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഓർത്തിരിക്കുക ഓവറോൾ ട്രെൻഡ് അല്ലേ. ഇപ്പം ഇത് നമ്മൾ ട്രേഡ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരിക്കുക. നമ്മളിവിടെ നോക്കുക, ഓവറോൾ ട്രെൻഡ് നോക്കുക, അപ്പ് ട്രെൻഡ് ആണ്. ദെൻ ഓക്കെ, ഇത് ഫാൾസ് ബ്രേക്ക് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈ എൻട്രി എടുക്കാം, ആസ് പെർ ബൈ അല്ലെങ്കിൽ ട്രെൻഡിനനുസരിച്ചിട്ട്. ഓക്കെ, ഇനി അതല്ല നമ്മൾ ഇവിടുന്ന് സെൽ എൻട്രി എടുത്തു എന്ന് വിചാരിക്കാം, പുട്ട് ഓപ്ഷൻ എടുത്തു എന്ന് വിചാരിക്കാം. സോ അത് നോർമലാണ്, നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് നമ്മൾ ചില സമയത്ത് നമ്മൾ അവിടെ സെൽ എൻട്രി എടുക്കും. അതൊരു നല്ല എൻട്രി ആണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഒരു നല്ല എൻട്രി തന്നെയാണ്. എപ്പോഴാണ് ഒരു നല്ല എൻട്രി ആവുന്നത്? വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത്. തിരിച്ച് ഇതിൻ്റെ മുകളിലോട്ട് കയറി എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ അവിടെ നമ്മൾ ലോസ് ബുക്ക് ചെയ്തിരിക്കണം. പല ആൾക്കാരും ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ലോസ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാകില്ല. അവർ വെയിറ്റ് ചെയ്തിരുന്ന് ഏറ്റവും ടോപ്പിൽ കൊണ്ടായിരിക്കും സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ അവർ ലോസ് ബുക്ക് ചെയ്യുന്നത്. ആ ഒരു സിംഗിൾ ട്രേഡിൽ തന്നെ നമ്മൾ ഫുൾ ലോസ് അവിടെ ബുക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ട്രാപ്പ് ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തിരിച്ച് കയറുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുക. അതാണ് ഒരു നല്ലൊരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് എങ്ങനെ അവോയ്ഡ് ചെയ്യണം നമ്മൾ നോക്കി ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സംടൈംസ് ഹാപ്പൻസ്, നമ്മൾ ചിലപ്പോൾ ട്രാപ്പ് ആവുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കുക. ഈവൻ ലാസ്റ്റ് ഫ്രൈഡേയിൽ ട്യൂസ്ഡേ ഈ ഒരു ദിവസത്തിൽ ഞാനൊരു ട്രേഡ് എടുത്തിരുന്നു. ഞാൻ ലൈവായിട്ട് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. ഞാനും ഈ ഒരു ലെവലിൽ ട്രാപ്പ് ചെയ്തതാണ്. ഓക്കെ, ഈ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് നടന്ന സമയത്ത് ഞാനൊരു ട്രേഡ് എടുത്തു. കാരണം ഓവറോൾ അപ്പ് ട്രെൻഡാണ്, ബ്രേക്ക് ഔട്ട് നടത്ത ഒരു ഷാർപ്പ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ബട്ട് ട്രേഡ് എടുത്ത ഉടനെ തന്നെ ഒരു ഇമ്മീഡിയറ്റ്ലി സെല്ലിങ് അവിടെ നടന്നിരുന്നു. സോ നിങ്ങൾക്കത് കാണാം, ലൈവ് മാർക്കറ്റിൽ ഞാനത് ട്രേഡ് എടുത്തതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ ഞാൻ ഒരു മിനിമം ലോസിലാണ് ഞാൻ ലോസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. തിരിച്ച് ആ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ നടക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ഓക്കെ ഇതൊരു ട്രാപ്പ് ആണ്. സോ ഇമ്മീഡിയറ്റ്ലി ഞാൻ എക്സിറ്റ് ചെയ്ത് മാറി. ഏകദേശം ഒരു 10-16 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് ഞാൻ ബുക്ക് ചെയ്തത്. ബട്ട് ഞാനത് ബുക്ക് ചെയ്യാതെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വലിയ നഷ്ടത്തിലോട്ട് പോയിരുന്നേനെ. ഓക്കെ, അതാണ് ഒരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ടുള്ള ട്രേഡിങ് ഇതും യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ അഗെയിൻ നമുക്ക് ഒരുപാട് ട്രാപ്പുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് എലക്ഷൻ്റെ മൂവാണ്, നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. അതിന് താഴെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ, ഇവിടെയും നമുക്ക് കാണാം സെയിം കൺസെപ്റ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയ ഇതൊരു ഹൈ പോയിൻ്റ് ഏരിയ ആണ്. ഓക്കെ, ഡേ ഹൈ ലെവൽ 23,400 ഈ ഒരു ഏരിയ. സോ മാർക്കറ്റ് ക്ലീൻ ആയിട്ടുള്ള അപ്പ് ട്രെൻഡ് മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ബയർ ഉണ്ട്, ഇവിടെ ബയർ ഉണ്ട്, ദെൻ ബയർ, ഇവിടെയൊക്കെ ബൈയിങ് പൊസിഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ബയർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, കോൾ ഓപ്ഷൻ ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കാം, പുട്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കാം, ഫ്യൂച്ചർ ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്. ഇവരൊക്കെ നമ്മൾ ബയേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫൈനലി ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് വീണ്ടും പുതിയ ബയേഴ്സ് ഇവിടെ വരും. ദെൻ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പുതിയ ബയേഴ്സ് വരും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് കുറച്ച് സമയം ഇവിടെ ഹോൾഡ് ചെയ്തു. ദെൻ ഫൈനലി സ്ലോലി ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു അത്ര സ്ട്രെങ്ത് കാണിക്കാതെ തിരിച്ച് ഈ ലെവലിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും സൈക്കോളജി എന്ന് പറയുന്നത്? ഇവിടെ നിന്ന് ബൈ ചെയ്ത ആൾക്കാരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. കാരണം എന്താണ്, താഴോട്ട് വരുന്ന സമയത്ത് അവർക്ക് പ്രോഫിറ്റ് കുറഞ്ഞാണ് വരുന്നത്. അപ്പം കുറച്ച് പേരെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ദെൻ ഇവിടുന്ന് കുറച്ച് പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സ്ട്രോങ് സെല്ലിങ് അവിടെ നമുക്ക് കാണാം. അറ്റ് ദ സെയിം ടൈമിൽ പുതിയ ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസസ് എപ്പോഴും ഇതിൻ്റെ താഴെയായിരിക്കും ഉണ്ടായിരിക്കുക. എസ്പെഷ്യലി ഇവിടെ നിന്ന് ബൈ ചെയ്ത ഒരാളെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 23,000 താഴെ.
നോർമലി ആ ലെവലിൻ്റെ താഴെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലോട്ട് വന്ന ആ ഒരു ഷാർപ്പ് മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലിംഗ്. ഇത് നമ്മൾ സ്ട്രോങ് സെല്ലിംഗ് എന്ന് മാത്രമല്ല, ആ ഒരു ടൈമിൽ ഇപ്പോൾ ഓപ്ഷൻ ട്രേഡറിനെ സംബന്ധിച്ചിട്ട് ആ ഒരു ടൈമിൽ ഓപ്ഷൻ പ്രീമിയം സ്പൈക്ക് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും. കാരണം ആ ഒരു അത്രയും ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ്, ഒരു പാനിക്കാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തെ ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ ചാർട്ട്, പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് എടുത്ത് നോക്കാം. ഈ ഒരു മൂവ്മെൻറ്റ് അതിന് അത്യാവശ്യം മേ ബി ക്യാപിറ്റൽ 2 ടൈംസോ, ഇത് എക്സ്പയറി ഡേ ഒക്കെ ആണെങ്കിൽ ഇത് മൺഡേ ആണ്, എക്സ്പയറി ഡേയിൽ ഇതുപോലൊരു മൂവ്മെൻ്റ് ആണ്, ചിലപ്പം പ്രീമിയം 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ്, ചിലപ്പോൾ ഈവൻ 4 ടൈംസ് വരെ മൂവ്മെൻറ്റ് നടക്കും. ഓക്കെ, അപ്പോൾ ആസ് പെർ ഈ ഒരു സൈക്കോളജിയൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഒരു ട്രേഡ്, ഇതൊരു ട്രാപ്പ് ട്രേഡ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ, അല്ലെ, മനസ്സിലാക്കിയുള്ള ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹൈ പ്രോഫിറ്റ് തന്നെ നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൻ ഞാനാണെങ്കിലും സെയിം തന്നെ. ഇപ്പോൾ ഞാനൊരു ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കുക, ഞാൻ ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക, മാർക്കറ്റ് മുകളിലോട്ട് പോയി, ബട്ട് ഇമ്മീഡിയറ്റ്ലി ഇതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് പിന്നെ അവിടെ പ്രതീക്ഷയില്ല, ഹോപ്പില്ല, എക്സിറ്റ് ചെയ്ത് മാറുക, നമ്മുടെ വ്യൂ അവിടെ റോങ് ആയി, എക്സിറ്റ് ചെയ്ത് മാറുക. ഓക്കെ, അത് മാറിക്കഴിഞ്ഞിട്ട് മേ ബി നമുക്ക് നമ്മുടെ ട്രേഡ് റിവേഴ്സലും ചെയ്യാം. നമ്മൾ കോൾ ഓപ്ഷനാണ് എടുത്തിരുന്നെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് എന്തായാലും പുട്ട് ഓപ്ഷനിലും ഒരു ട്രേഡ് എടുക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ലൈവ് ടെലഗ്രാം ചാനൽ തന്നെ ഒന്നൊന്ന് എടുത്ത് നോക്കിക്കോ. 27 മെയ്യിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത ട്രേഡ് നോക്കിയോ, ലൈവായിട്ട് ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം കോൾ ഓപ്ഷനിലാണ് എടുത്തിരിക്കുന്നത്, പിന്നീട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ ശേഷം എൻ്റെ വ്യൂ മാറ്റി ഞാൻ പുട്ട് ഓപ്ഷനിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ട്രേഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ ഒരു കൺസെപ്റ്റ്, അതായത് ഈ ഒരു സൈക്കോളജി, ഈ ഒരു കൺസെപ്റ്റ്, ബാക്കിയുള്ള ട്രേഡേഴ്സിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡിങ് കുറച്ചുകൂടി ഈസിയാണ്. ഈസി എന്ന് മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അതായത് നമ്മളെല്ലാവരുടെയും ഫോക്കസ് ഗോൾ എന്ന് പറഞ്ഞാൽ മണി മേക്കിംഗ് തന്നെയാണ്, അല്ലെ, മണി മാറ്റേഴ്സ്. ബട്ട് നമ്മൾ സൈക്കോളജിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്കതൊരു പാഷനായിട്ട് മാറും. നമ്മളത് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്ന് നമുക്ക് തോന്നില്ല, നമുക്ക് കുറച്ചുകൂടി കൂളായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അഗെയിൻ വൺ മോർ എക്സാമ്പിൾ ഇവിടെ നോക്കുവാണെങ്കിൽ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രോങ് സെല്ലിംഗ് നടന്നു. ദെൻ ഇവിടെയാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്, വീണ്ടും അപ്സൈഡ് മൂവ്, ദെൻ അഗെയിൻ ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തു. സോ ഡെഫിനറ്റ്ലി വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ എന്ത് ചെയ്യും, പുതിയ സെല്ലേഴ്സ് വരും, ന്യൂ സെല്ലേഴ്സ് പൊസിഷൻ എടുക്കും. ആൻഡ് ഇവിടെയൊക്കെ നമുക്കറിയാം ഓൾഡ് സെല്ലർ ഉണ്ട്. ഓക്കെ, അവരിപ്പം ഓൾഡ് സെല്ലേഴ്സിൻ്റെ സൈക്കോളജി ജസ്റ്റ് നമുക്ക് ആദ്യം പറയാം. ഇവിടെ ഓൾഡ് സെല്ലർ ഉണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങളാണ് എന്ന് ഓർത്തിരിക്കാം, അല്ലെങ്കിൽ ഞാനാണ് ഇവിടുന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഓർത്തിരിക്കുക. അപ്പോൾ നല്ല ഷാർപ്പ് സെല്ലിംഗ്, ഇതൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു ലെവൽ കൂടി ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യും, മേ ബി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. ഓക്കെ, നല്ല രീതിയിൽ സെല്ലിംഗ് ഉള്ള ഒരു സ്ട്രക്ചറാണ് വന്നിരിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്ത് ഒരു പുൾ ബാക്ക് എടുത്തു, വീണ്ടും വന്നു, ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തിരുന്നു. ദെൻ സ്ലോലി വളരെ ഷാർപ്പായിട്ട് റിവേഴ്സിൽ വരുന്ന സമയത്ത് എൻ്റെ സൈക്കോളജി അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി എന്തായിരിക്കും, പ്രോഫിറ്റ് കുറഞ്ഞ സെഗ്മെൻറ്റ്സ് എന്ത് ചെയ്യും, നിങ്ങൾ കിട്ടിയ പ്രോഫിറ്റും കൊണ്ട് ബുക്ക് ചെയ്യും. അത് തന്നെയാണ് യൂണിവേഴ്സൽ സൈക്കോളജി, എല്ലാവരുടെയും സൈക്കോളജി അത് തന്നെയാണ്. അതാണ് ഈ ചാർട്ടിൽ കാണുന്നത്. ദെൻ സ്ലോലി ഈ ഒരു ഡബ്ല്യു പാറ്റേൺ വന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത സമയത്ത് വളരെ ഷാർപ്പായിട്ട് ഇവിടുന്ന് സെല്ല് ചെയ്ത ആൾക്കാരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അറ്റ് എ സെയിം ടൈമിൽ നമ്മൾ പുതിയ സെല്ലേഴ്സിൻ്റെ സൈക്കോളജി നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് ലോസ് ആണല്ലേ, തിരിച്ച് വന്ന് റിവേഴ്സ് വന്ന ലോസ് ആണ്. അപ്പോൾ അവരും അവിടുന്ന് ലോസ് ബുക്ക് ചെയ്തു. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്പ് ട്രെൻഡിങ് മൊമെൻറ്റ് നമുക്ക് അവിടെ കാണാം. ആൻഡ് ഓൾസോ ഇതൊരു ട്രാപ്പ് ട്രേഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കിയ ബയേഴ്സ് ഉണ്ടാവും, അല്ലേ, ഈ ഒരു റിവേഴ്സിൽ എക്സ്പെക്ട് ചെയ്ത ബയേഴ്സ് ഉണ്ടാവും ഈ ഒരു ലെവലിൽ. അപ്പോൾ അവരും ഇവിടെ പൊസിഷൻ എടുക്കും അഗ്രസീവ്ലി. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്കവിടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ആ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ദെൻ ഇതെപ്പോഴും നമുക്ക് ഉണ്ടാവുന്നതാണ്, നമ്മൾ എല്ലാ ദിവസവും ട്രാപ്പുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ എൻ്റെ ഐഡിയ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഓർത്തിരിക്കുക. ആൻഡ് ചാർട്ടുകൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇവിടെയൊക്കെ നമുക്ക് കാണാം ഒരു ഫാസ്റ്റ് ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞ് ദെൻ സ്ലോലി ഒരു അപ്സൈഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഴയ ഹിസ്റ്റോറിക്കൽ ചാർട്ട് എടുക്കുക, ഒബ്സർവേഷൻ ചെയ്യുക. ഒബ്സർവേഷൻ ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ് ഒരു സക്സസ്ഫുൾ ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുക. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും ഇതൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടിന്യൂസ് ലേണിംഗ്. ഓക്കെ, നമ്മൾ ഒരു ലോസ് വരുത്തിയെ നോക്കി ആൻഡ് അത് നോക്കുക, അത് ഏത് ചാർട്ട് ഓഫ് മാർക്കറ്റിലാണ് നമ്മൾ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് ടൈം ആ ഒരു ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണ് ഒരു ട്രേഡർ നോളജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് ഞാൻ തരാം. നിങ്ങൾ കഴിഞ്ഞ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് നിങ്ങൾ എടുക്കുക. ഓക്കെ, നിഫ്റ്റി എടുക്കുക, ഈവൻ സ്റ്റോക്ക് ആണെങ്കിലും എടുക്കാം. ഓക്കെ, ഹൈ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്ക് എടുക്കാം, അത് ഹൈ വോളിയം ഉള്ള സ്റ്റോക്കുകൾ എടുക്കാം. അല്ലെങ്കിൽ നിഫ്റ്റി 50ൻ്റെ ചാർട്ട് എടുക്കുക.
നിങ്ങളുടെ ഫേവറേറ്റ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എടുക്കാം. കഴിഞ്ഞ 2 വർഷത്തെ ചാർട്ട് ഓപ്പൺ ചെയ്യുക. 5 മിനിറ്റ് ചാർട്ട് തന്നെ എടുക്കാം. ഓക്കെ, 5 മിനിറ്റ് ചാർട്ട് എടുക്കാം. ദെൻ ഓരോ ദിവസത്തെയും ചാർട്ട് അനലൈസ് ചെയ്യുക. ട്രാപ്പുകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ ആ ഒരു ട്രാപ്പ് റിവേഴ്സിൽ വന്നത് ഏതൊക്കെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടാണ്, ഏതാണ് കോമൺ ആയിട്ടുള്ള പാറ്റേൺ. നോർമലി ഡബ്ല്യു പാറ്റേൺ ഒക്കെ ആയിരിക്കും കൂടുതൽ കോമൺ ആയിട്ട് റിവേഴ്സിൽ വരുന്നത്, ഡബ്ല്യു പാറ്റേൺ അല്ലെങ്കിൽ എം പാറ്റേൺ. അപ്പം ഏതാണ് കൂടുതൽ കോമൺ ആയിട്ട് വന്ന പാറ്റേൺ, ആ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ടൈം അത് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു മീൻസ് നമ്മൾ പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ സ്റ്റഡി ചെയ്യുക. ദെൻ അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് വരുന്ന സമയത്ത്. അല്ലേ, നമ്മൾ കാര്യങ്ങൾ പഠിച്ചു, ദെൻ നെക്സ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കുക എന്നുള്ളത് അത് ഒരു ഹെവി ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അല്ല, പക്ഷേ ആദ്യം നമുക്ക് നോളജ് വേണം, ഇങ്ങനത്തെ സെനാരിയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ട്രേഡുകൾ കൺസിഡർ ചെയ്യണം. അതൊരു ഹെവി ടാസ്ക്കാണ്. അത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ മേ ബി വർഷങ്ങൾ ചിലപ്പോൾ എടുക്കുമായിരിക്കും ചില ആൾക്കാർക്ക്. ബട്ട് സ്റ്റിൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ലൈവ് മാർക്കറ്റിലും പോസിബിളാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക. ഓക്കെ, സോ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസ് ആഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ, താങ്ക് യു.